നമസ്കാരം. ഇപ്പോൾ മുതിർന്ന CPM നേതാവ്, നമ്മുടെ സംസ്ഥാനത്തെ തലമുതിർന്ന രാഷ്ട്രീയ നേതാവ് ശ്രീ EP ജയരാജൻ എന്നോടൊപ്പം പാലക്കാട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തത്സമയം ചേരുകയാണ്. നമസ്കാരം. അപ്പോൾ ഈ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം കൂടി EP-യുടെ പേരിൽ ഒരു വിവാദം ഉണ്ടായി, അത് ഒരു ദിവസം മുഴുവൻ ചർച്ചയായി എന്നുള്ളത് ഒരു സങ്കടമായിട്ട് മനസ്സിലുണ്ടോ? ഈ വിവാദമുണ്ടാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട UDF ബോധപൂർവം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അതോടൊപ്പം BJP-യും ഈ പ്രവർത്തനങ്ങളെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇത് ചതി നല്ല ക്രിമിനൽ കുറ്റമാണ്. അതിലാരൊക്കെയായിരിക്കും ഉൾപ്പെട്ടിട്ടുണ്ടാവുക? ക്രിമിനൽ കുറ്റമെന്ന് ഞാൻ പറയുന്നത്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം, ആ പുസ്തകം എഴുത്ത് പൂർത്തിയായി അത് ഒന്ന് എല്ലാം ഓർഡറിലാക്കി അതൊന്ന് വായിച്ചു നോക്കി തെറ്റുകളും പെശകളും തിരുത്തലുകളും ഒക്കെ വരുത്തി അവസാനം അതിൻ്റെ ഫൈനൽ രൂപമുണ്ടാക്കി അതിനുശേഷം അതിൻ്റെ കവർ പേജ് എന്തായിരിക്കണം, ആര് മുഖവരി എഴുതണം, ആമുഖം ആരെഴുതണം എന്നെല്ലാം അതിൻ്റെ കവർ പേജ് എന്തായിരിക്കണം എന്നുള്ളതും എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ഒരു കാര്യവും ആലോചിക്കാനായിട്ടില്ല ആ പുസ്തകം. അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകത്തെക്കുറിച്ചാണ് ഇപ്പോൾ വ്യാപകമായ ചർച്ച. ഈ ചതി നടത്തിയത് ആരായിരിക്കും? ഇത് വ്യാപകമായി ഒരു ക്രിമിനൽ കുറ്റമാണ്. ഈ ക്രിമിനൽ വാസനയുള്ളവരും ഈ ക്രിമിനൽ കുറ്റം ചെയ്യുക, അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളെ ഉപയോഗിക്കുക, ഇതാണ് ഇതിലുണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ പ്രാഥമികമായ ഒരു ആലോചനയിൽ, അന്വേഷണത്തിൽ കണ്ടത്. നമ്മുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട പാരമ്പര്യമുള്ള ഒരു വലിയ പ്രസിദ്ധീകരണശാലയാണ് DC. അപ്പോൾ DC അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അവരുടെ കുറിച്ച് കൂടുതൽ അറിവുകളൊന്നുമില്ല. പക്ഷേ ഒരു വലിയ പുസ്തക പ്രസിദ്ധീകരണശാലയാണെന്നറിയാം. പക്ഷേ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം അത് എങ്ങനെയാണ് അവർ പ്രചരിപ്പിക്കുക? എങ്ങനെയാണ് അവർ അതിൻ്റെ മാധ്യമങ്ങളിലൂടെ? ഒരു ഫോൺ കോൾ കൊണ്ട് പോലും ചോദിച്ചിട്ടില്ല നാളെ പ്രസിദ്ധീകരിക്കുമെന്ന്. എന്ത് ഫോൺ കോൾ? പുസ്തകം തയ്യാറാക്കിയിട്ട് വേണ്ടേ അതിൻ്റെ പ്രസാധനം? ഞാനിത് അച്ചടിക്കാനോ പ്രിൻ്റ് ചെയ്യാനോ ഒരാളെയും ഇന്ന് വരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. വാക്കാലുള്ള ഒരു കരാറും ആർക്കും ഇന്ന് വരെ കൊടുത്തിട്ടില്ല. എന്നെ സമീപിച്ചിട്ടുണ്ട് പലരും. DC ഉണ്ട്, മാതൃഭൂമിയുണ്ട്, മറ്റ് ചില പ്രസിദ്ധീകരണശാലക്കാർ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം ഈ പുസ്തകം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഒരു പാർട്ടി അംഗം ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തിൻ്റെ അനുമതി വാങ്ങിയിട്ടേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ പുസ്തകം തയ്യാറാക്കി പാർട്ടിയോട് പോയി ചോദിക്കണം. പാർട്ടി അനുവാദം കിട്ടിയാൽ മാത്രമേ അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കൂ. അപ്പം അങ്ങനെയുള്ള ഒരു എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം, പ്രകാശനം ചെയ്യാത്തൊരു പുസ്തകം, പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം, അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചർച്ചകളും. എനിക്കതാണ് അത്ഭുതം. ഈ DC-യുടെ ഫേസ്ബുക്ക് പേജിലാണ് നാളെ പ്രകാശനം എന്ന, അതായത് രാഷ്ട്രീയ രഹസ്യങ്ങൾ തുറന്നു പറയുന്ന മറ്റൊരു പോസ്റ്റ് വന്നത്. അവരാണ് ഇതിൻ്റെ പ്രകാശനം അനൗൺസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസിദ്ധീകരണശാല താങ്കളുടെ ഒരു അനുവാദവും ഇല്ലാതെ എങ്ങനെയാണ് പ്രകാശനം അനൗൺസ് ചെയ്യുക? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതും. അതാണ് ക്രിമിനൽ കുറ്റം. ആ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ നിയമ നടപടിയും പോലീസ് നടപടിയും ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയിൽ DC ബുക്സിന്റെ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന ഒരു ഭാഗം അല്ലെങ്കിൽ അങ്ങനെ പരിശോധിക്കണം. ഏതെങ്കിലും ഒരു പബ്ലിഷിംഗ് കമ്പനിയെക്കുറിച്ച് അങ്ങനെ അവർ കുറ്റവാളികളായി നമ്മൾ തീരുമാനിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അല്ല, പരാതി അവരെ കുറിച്ചില്ലെന്ന്. എൻ്റെ പുസ്തകം ഇങ്ങനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണ്. അത് വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് സംബന്ധിച്ച് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ രാഷ്ട്രീയമായി ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. അത് വെച്ച് അന്വേഷിക്കണം. കാരണം ഇന്നലെ തെരഞ്ഞെടുപ്പ്, അതാണ് ഗൂഢാലോചന. പാർട്ടിക്കെതിരെയാണോ താങ്കൾക്കെതിരെയാണോ? ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വരത്തക്ക നിലയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത കൊടുക്കണമെങ്കിൽ കരുത്തരായ പിന്തുണയില്ലെങ്കിൽ കൊടുക്കില്ല.
കൊടുക്കാനും കഴിയില്ല. ഇപ്പോൾ വളരെ ആസൂത്രിതമാണ്. അത് ആസൂത്രിതമാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. രണ്ടാമത്തെ കാര്യം, ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് വെളുപ്പം കാലത്ത് തന്നെ മറ്റ് ടെലിവിഷനിൽ വന്നത് ഇത് മുഴുവൻ എടുത്ത് പ്രക്ഷേപണം നടത്തിയത്. അപ്പോൾ ആ വന്നിരിക്കുന്നതും ഈ പ്രക്ഷേപണം നടത്തിയത് മുഴുവൻ പ്രസിദ്ധീകരിക്കാത്ത, ഞാൻ പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുത്തിട്ടില്ലാത്ത, ഇന്നും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് അവർക്കിത് ചെയ്യാൻ കഴിയുന്നത്? അല്ല, എങ്ങനെയായിരിക്കും DC ബുക്സിന് ഈ താങ്കളുടെ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി, ഇതിൻ്റെ പ്രതി എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഈ ചാനലിൽ വന്നത് കൊണ്ടാണ് ഞാനിത് അറിയുന്നത്. ഞാനതിൻ്റെ മറ്റു കോപ്പികളൊന്നുമില്ല. ഞാൻ എഴുതുന്നു, അത് കറക്റ്റ് ചെയ്ത് റെഡിയാക്കി ഭാഷാശുദ്ധി വരുത്തി ഗ്രാമർ മിസ്റ്റേക്കൊന്നുമില്ല തയ്യാറാക്കാൻ വേണ്ടി അതിൽ കുറച്ച് കാര്യം കൈകാര്യം ചെയ്യാൻ വരുന്ന ആളെ ഏൽപ്പിച്ച് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് കുറേ കാലമായി. എനിക്ക് തോന്നുന്നു ഏതാണ്ട് കുറച്ച് മാസമായിട്ടുണ്ടാവും ഈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ PDF ഫോർമാറ്റിലുള്ള രൂപം വാട്സാപ്പ് വഴി വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ ആ പുസ്തകം വന്നു. അപ്പോൾ അതിൽ താങ്കൾ കുട്ടിക്കാലത്തെ ഓർത്തെടുക്കുന്നു, അച്ഛനെ ഓർത്തെടുക്കുന്നു, അച്ഛൻ്റെ അധ്യാപനം, അതുപോലെ താങ്കളുടെ ജീവിത പരിസരം, ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കുന്നു, ഏട്ടനെക്കുറിച്ച് പറയുന്നു, സഹോദരിമാരെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ അങ്ങ് എഴുതി അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു കൊടുത്ത് എഴുതിച്ച കാര്യം തന്നെ ആയിരിക്കില്ലേ? അല്ല, ഞാൻ എഴുതിയ കാര്യങ്ങൾ അല്ല, ഈ ടെലിവിഷൻ ചാനലിൽ വന്നിട്ടുള്ള കാര്യം, വിവാദമായ കാര്യം അത് എനിക്കറിയാം. ബാക്കി കാര്യങ്ങളൊന്നും ഇവരുടെ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എഴുതിയ പുസ്തകത്തിൽ എന്നെക്കുറിച്ചിട്ടുള്ള എല്ലാം വിശദമായ ഒരു ചരിത്രരേഖ തന്നെയാണ്, ആത്മകഥ തന്നെയാണ്. ആ ആത്മകഥ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടില്ല. ഇനിയും അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിശ്ചയ ദിവസം ആ എഴുത്ത് നിർത്തി അത് അതിന് വേണ്ടിയിട്ട് മറ്റു നടപടികളിലേക്ക്. ഈ വളരെ അപൂർവമായ ചില ചിത്രങ്ങളും ഒക്കെ ഈ പുസ്തകത്തിൻ്റെ PDF ഫോർമാറ്റിൽ തന്നെ ഉണ്ട്. പിണറായി വിജയനും താങ്കളും നിൽക്കുന്നത്, താങ്കളും EMS നിൽക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ കൃത്യമായി അവിടെ എത്തി ഇത് കമ്പോസ് ചെയ്ത് ആ ഒരു പുസ്തക രൂപത്തിലായതുകൊണ്ടാണല്ലോ അതിനെ പുറത്തു വന്നത്. ഞാനിപ്പോൾ പുസ്തകം നോക്കിയാൽ എനിക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും. ഇതെവിടുന്നാണ് ഈ പുസ്തകങ്ങളിൽ ഈ ചിത്രങ്ങൾ വന്നത്, അവരെയാരതിന് അധികാരപ്പെടുത്തി, അവർക്കെന്താ അതിന് അധികാരം എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അല്ല, ഇപ്പം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന് പറഞ്ഞത്, സരിനെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെയാണല്ലോ അങ്ങ് പറയാത്ത കാര്യങ്ങൾ. ഈ ടെലിവിഷൻ ചാനലിൽ വന്നിട്ട് പൂർണ്ണമായി അതങ്ങ് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ എഴുതിയ ഭാഗമേ അല്ല, അതല്ലാത്ത ഭാഗം. അപ്പോൾ അല്ലാത്ത ഭാഗം ഞാൻ നോക്കണം, എന്നാലും എനിക്ക് പറയാൻ കഴിയും. അതിലിപ്പോൾ ഞാൻ ഈ പറയുന്ന എനിക്ക് ഇതിനെക്കുറിച്ച് മാത്രമേ പറയാൻ കഴിയൂ. അങ്ങയുടെ ജീവിത ചിത്രമാണ് ഇതിലുള്ളത്. എൻ്റെ ആത്മകഥയിൽ എൻ്റെ ജീവചരിത്രമുണ്ട്. അതെങ്ങനെയായിരിക്കും പുറത്തു പോയിട്ടുണ്ടാവുക? അതാണ് ഇപ്പം ഞാൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇത് എൻ്റേത് തന്നെയാണോ, ഞാൻ എഴുതിയത് തന്നെയാണോ ഈ വന്നിട്ടുള്ളത്, അല്ല അത് ഏതെങ്കിലും തരത്തിൽ മാറ്റിയെടുത്തു കൊണ്ടുപോയതാണോ, ഇത് സൂത്രത്തിൽ എങ്ങനെയെങ്കിലും പുസ്തകമാക്കി അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും റാക്കറ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നാണ് ഞാനിപ്പോൾ. ഇതിൽ വേറൊരു സാധ്യത പറയട്ടെ, ഇപ്പോൾ താങ്കൾ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പുറത്തുവിട്ടതാണെങ്കിലോ? അല്ല, ഞാൻ ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ദിവസം പ്രഖ്യാപിച്ചത് നടപടി ഇത്തരത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത് രാഷ്ട്രീയ ദുരുദ്ദേശം ഗൂഢാലോചനയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇതുപോലെ നടന്നു. മിനിഞ്ഞാന്ന് ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പത്രസമ്മേളനം നടത്തി ഇവിടെ ഒരു പണം പിടിച്ചു. അതിപ്പോൾ എനിക്ക് തോന്നുന്ന അയാൾ ബാങ്ക് റിക്കാർഡൊക്കെ ഹാജരാക്കി പോലീസ് ന്യായമായിട്ട് അയാൾക്ക് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ പണത്തിന് വേണ്ടി അയാളെ ഞാൻ അയച്ചു എന്നും പറഞ്ഞിട്ട് അനിൽ അക്കര എന്ന് പറയുന്നൊരു കോൺഗ്രസ് നേതാവ്, പിന്നെ നമ്മുടെ മുരളി, ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് MR മുരളിയാണ് പണം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുത്തു. നട്ടാൽ മുളക്കാത്ത കള്ളത്തരം. അതാ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുക, കുഴൽപ്പണം കൊണ്ടുവന്ന് നടക്കുക, പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ നടക്കുക. ഇവിടെ തന്നെ ഈ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 2800-3000 കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. ഇന്ന് അത് ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസിനോ BJPക്കോ മുഴുവൻ അങ്ങയുടെ ആത്മകഥയുടെ ഒരു പോർഷൻ കിട്ടില്ലല്ലോ. കാരണം അങ്ങേക്കും അങ്ങ് വിശ്വസിച്ച് ഏൽപ്പിച്ച ആളിന് മാത്രമല്ലേ അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഈ മോഷണം നടത്തുന്നവർ, ക്രിമിനൽ സ്വഭാവമുള്ളവർ എന്തൊക്കെ ചെയ്യുമെന്നത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഈ വന്നിട്ടുള്ള കാര്യം ഞാൻ എഴുതിയതെല്ലാം എനിക്ക് ഉറപ്പിച്ച് പറയാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഇതിൽ എൻ്റെ ഈ വസ്തുതയായി തോന്നിയേക്കാം, അങ്ങനെ തോന്നാം. അത് ഈ പറഞ്ഞതിൻ്റെ അപ്പോൾ അങ്ങയെക്കുറിച്ച് അങ്ങേക്ക് മാത്രം അറിയാവുന്ന കുറേ വിവരങ്ങൾ
ഈ പുറത്തു വന്ന പുസ്തകത്തിൽ ഉണ്ട്. അതുണ്ടോന്ന് എന്താണെന്നുള്ളതും അത് സത്യമാണോ എന്നുള്ളത് നോക്കിയാലേ പറയാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കണ്ണൂർ ദേശാഭിമാനിയിലെ രഘുനാഥനെ ഇതിൻ്റെ പരിശോധനയ്ക്ക്, ഇതിൻ്റെ ഭാഷാശുദ്ധിയൊക്കെ പരിശോധിക്കാൻ ഏൽപ്പിച്ചിരുന്നല്ലോ. രഘുവിനെ പിന്നെ വിളിച്ച് ചോദിച്ചോ എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടാവുമോ എന്ന്? രഘുവാന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെയാണ് പുറത്ത് വാർത്ത കണ്ടത്. രഘുവാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് കേട്ടത്. ഞാൻ ഒരാളെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നിങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇത് പുറത്ത് പോയിട്ടുണ്ടോ? അയാൾ ഇന്നലെ ഇവിടെ ഇല്ല, അയാൾ 2 ദിവസം ഇവിടെ ഉണ്ടാകില്ല. അയാൾ വന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പ്രാഥമികമായി അദ്ദേഹം അങ്ങനെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്യുന്ന ആളല്ല. വിശ്വാസമുള്ള സംഭവിക്കാൻ അദ്ദേഹം ചതിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ നിർവാഹമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഈ റെക്കോർഡുകൾ ഏതെങ്കിലും തരത്തിൽ പുറത്ത് പോയിട്ടുണ്ടോ, മോഷണം പോയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട് ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള പരിശോധനയിൽ അറിയും. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് അങ്ങ് ചോദിച്ചോ? ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രാഥമികമായി അങ്ങനെ പോയതായിട്ടുള്ളൊരു കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം DC ക്ക് കൊടുത്തിട്ടില്ല. അദ്ദേഹം അത് അദ്ദേഹത്തോട് ചോദിക്കാൻ ഇരിക്കുകയാണ്. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ, എങ്ങനെയാണ് കൊടുത്തത്, ഇത് അവരെ കൈവശം കിട്ടിയത് ശരിയാണോ എന്നുകൂടി വെരിഫൈ ചെയ്യണം. ഈ പറയുന്ന ഭാഗം ഞാൻ എഴുതിയത് തന്നെയാണോ എന്ന് പരിശോധിച്ചാലേ എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ അതിന് അദ്ദേഹം വേണം. ഞാൻ അതുകൊണ്ടാണ് ഈ പോലീസിൽ DGPക്ക് പരാതി കൊടുത്തത്. ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണം. കാരണം പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം, അതിൻ്റെ ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ള അതിൻ്റെ ആളായിട്ടുള്ള ഞാനറിയാതെ എൻ്റെ പുസ്തകത്തിലെ കുറേ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിൻ്റെ മേലെ നടപടി സ്വീകരിക്കണം, അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ വിശ്വസിച്ചേൽപ്പിച്ച ആൾ ഒരു കാരണവശാലും ചതിച്ചിട്ടില്ല എന്ന വിശ്വാസം അങ്ങേക്കുണ്ട്? അങ്ങനെ ചതിക്കുന്ന ഒരാളല്ല എൻ്റെ ഇന്ന് വരെയുള്ള അനുഭവം. ഇപ്പോൾ മാധ്യമപ്രവർത്തകനാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. ഇപ്പോൾ പാർട്ടിയുടെ മാധ്യമങ്ങൾ അല്ലാതെ പുറത്തൊരു മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെ ഇത് ഏൽപ്പിക്കാൻ സാധാരണയിൽ EPയെ പോലെ ഒരാൾ ചെയ്യില്ലല്ലോ, അല്ലേ? അല്ല, മാധ്യമരംഗത്ത് കഴിവുള്ള പലരും രാഷ്ട്രീയക്കാർ തന്നെ, ഇപ്പോൾ CPMകാർ ഇതെല്ലാം പത്രം ഓഫീസിലുണ്ട്. അപ്പോൾ ദേശാഭിമാനി ആവണം നിർബന്ധമില്ല. പാർട്ടി മെമ്പർമാരുണ്ടല്ലോ. അതുകൊണ്ട് അവരവിശ്വസിക്കേണ്ട കാര്യമുള്ള വ്യക്തിശുദ്ധിയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇത് കൈവിട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ചതിക്കുന്ന ഒരാളായിട്ട് എൻ്റെ ഇന്ന് വരെയുള്ള അനുഭവത്തിനുണ്ടായിട്ട്. പക്ഷേ ഇപ്പോൾ EPയെ സംബന്ധിച്ച് നോക്കൂ, ഇരയാക്കപ്പെട്ട ഒരു ഫീലിംഗില്ലേ? കാരണം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം താങ്കളുടെ മനസ്സറിവില്ലാതെ ഒരു ആരോപണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നു, അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരുന്നു മാധ്യമങ്ങളോടും സമൂഹത്തോടും ഒക്കെ. അതൊരു വേദന ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അതാണ് ഈ കോൺഗ്രസ് BJP കൂട്ടുകെട്ട്. അല്ല, മാധ്യമങ്ങൾ എന്ത് കിട്ടിയാലും മാധ്യമങ്ങളെയാണ് ഉപയോഗിച്ചത് ഇതിനെല്ലാം. നിങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് 1.5 കൊല്ലം മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ നടന്ന സംഭവം പോലെ ആക്കി തീർത്ത് വാർത്ത കൊടുത്തത് മാധ്യമങ്ങളാണ്. അന്ന് ആരോപണം ഉന്നയിച്ചല്ലോ നന്ദകുമാറും ശോഭയും. അങ്ങനെയാണ് അത് വാർത്ത വന്നത്. അന്ന് അതിനോട് ശോഭയൊന്നും അന്ന് ഒരാരോപണം ഉന്നയിച്ചിട്ടില്ല. അതിന് മുമ്പത്തെ ദിവസം എനിക്ക് ശോഭയൊന്നും അറിയുന്നില്ല. അന്നതില്ല. അന്നുള്ള നന്ദകുമാർ എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ള കാര്യം. നന്ദകുമാറിനെയും കൂട്ടിയിട്ട് വരുന്നത് ജാവേദ് ഖറാണ്. അതാരും പറഞ്ഞില്ലല്ലോ. അവരൊരു കാറിലാണ്, കേന്ദ്രമന്ത്രിയല്ലേ, അതെ, BJPയുടെ അഖിലേന്ത്യാ നേതാവല്ലേ. ഇങ്ങനെ ഒരാളെ കൂട്ടി വരുന്നതിൻ്റെ ശരിയും തെറ്റും ആരും പരിശോധിച്ചില്ലല്ലോ. ആ മാധ്യമങ്ങളെല്ലാം കൂടി ചെയ്തിരിക്കുന്നത് എന്താ? അന്ന് രാവിലെ BJP CPM ധാര, അതായത് ഇപ്പോഴിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എല്ലാ അന്തർധാരകളും എല്ലാ ബന്ധങ്ങളും സ്ഥാപിക്കുകയും BJP കോൺഗ്രസ് കൂട്ടുകെട്ടും പരസ്പര പല ബന്ധങ്ങളും പല സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് അത് CPMന് നേരെ ആക്ഷേപം ഉന്നയിക്കും. അതിന് ഉപോത്ബലകമായി കുറച്ച് കാര്യങ്ങൾ, ചില വെളിപ്പെടുത്തലുകൾ വന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നന്ദകുമാറുമായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടോ? അതോ അന്ന് എനിക്കെന്തിനല്ലേ കോൺടാക്റ്റിൻ്റെ ആവശ്യം? അല്ല, ഇടയ്ക്ക് പുള്ളി വന്ന് കാണുകയൊക്കെ ചെയ്തു. കോൺടാക്ട് ചെയ്യേണ്ട ആളൊന്നുമല്ല. അങ്ങനെ കോൺടാക്റ്റിൻ്റെ പ്രശ്നം എനിക്കില്ല. EPയെ മനഃപൂർവ്വം പല സന്ദർഭങ്ങളിലും വിവാദങ്ങളിലേക്ക് വലിച്ചിടുന്നു, ഒരു തരത്തിൽ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് മനസ്സിലുണ്ടോ? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്കതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഒരു മനോഭാവം വെച്ച് പുറത്ത് നടക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നേ ഉള്ളൂ, ഞാൻ തെറ്റ് ചെയ്യില്ല. തെറ്റ് ചെയ്യാത്ത ഞാൻ അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ച് നടക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇതും ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് സംഭവിച്ചത്. പാർട്ടിയോട് വിശദീകരിക്കേണ്ടി വരുമോ? അതെ, നിങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാത്തത് കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും വസ്തുതാപരമായി പരിശോധിച്ച് പാർട്ടിയുടേതായിട്ട് നിലപാട് സ്വീകരിക്കൂ. അതിന് പകരം നിങ്ങൾ വ്യാഖ്യാനിക്കുക, നിങ്ങൾ നിർവചിക്കുക, നിങ്ങൾ തീരുമാനം പ്രഖ്യാപിക്കുക. ഇങ്ങനെ കുറേ മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട്. പല മാധ്യമങ്ങളെയും തെരഞ്ഞെടുപ്പ് കാലത്ത് വൻതോതിൽ പണം കൊടുത്ത്
ഈ രാഷ്ട്രീയ പാർട്ടികൾ വിലക്കെടുക്കുകയാണ്. BJP അതിൻ്റെ പ്രഥമ ഘട്ടത്തിലാണ്, UDF അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നിൽക്കുന്നവരാണ്. രണ്ടുപേരും പണം കൊടുത്ത് മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നവരാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ EP ജയരാജനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന 100% വിശ്വാസമുണ്ട്. ആദ്യത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചു. ഓർമ്മയുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ പ്രതികരണമൊക്കെ. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ ആരും കാര്യമായി പ്രതികരിച്ചില്ല. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ബോധ്യമുണ്ട് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ്. ഇത് എനിക്ക് മാത്രമായിട്ടുള്ള ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത്. ഈ അടുത്ത് മുഖ്യമന്ത്രിയെ കണ്ടല്ലോ, അപ്പോൾ ഈ പഴയ കാര്യങ്ങളൊക്കെ, അതായത് അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മുഖ്യമന്ത്രിയെ കാണുന്നു, ഞങ്ങൾ ഇടയ്ക്കിടെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയെ മാത്രമല്ലല്ലോ, പാർട്ടി നേതാക്കന്മാരെല്ലാം ഞങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ. അങ്ങനെ കാണുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിങ്ങനെ പണ്ട് കാലം നടന്നൊരു ചർച്ച ചെയ്തിനോ, ചോദിച്ചിനോ? ഇതൊന്നും ഞങ്ങൾ പാർട്ടിയിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി. രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പോൾ വളരെ വ്യക്തിബന്ധം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ പിണറായി വിജയനുമായി ഏറ്റവും അധികം വ്യക്തിബന്ധമുള്ള ആളായിട്ടാണ് EP ജയരാജൻ എല്ലാ ആളുകളും കണ്ടുകൊണ്ടിരുന്നത്. പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അതിനകത്തൊരു ചെറിയ ഉലച്ചിലോ ഒരു മാറ്റമോ ഒക്കെ ഇടക്കാലത്ത് വന്നിരുന്നോ? ഇങ്ങനെ തോന്നേണ്ട കാര്യം എന്താ ഉള്ളത്? ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കാണേണ്ടെടുക്കുന്ന സമയത്തെല്ലാം കാണുന്നുണ്ട്. ഉള്ള സ്ഥലത്തെ സമയത്ത് അദ്ദേഹം പരിപാടിയിൽ സ്നേഹത്തിലൊരു കുറവുമില്ല. എന്തൊരു കുറവ്? അദ്ദേഹത്തോട് മാത്രം ആരോടും സ്നേഹത്തിലൊരു കുറവുമില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം, ആ വിശാല മനസ്കത, മനുഷ്യ സ്നേഹം, അതെല്ലാവരിലും. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെതായി വന്ന ഒരു ഭാഗത്ത് പറയുന്നത് ചില കാര്യങ്ങൾ ചില ആളുകളെ വിഷമിപ്പിച്ചേക്കാം, വേദനിപ്പിച്ചേക്കാം, പക്ഷെ മനഃപൂർവ്വം അല്ല എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയേണ്ടി വരും എന്നൊരു തോട്ടുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയതിലൊന്നും അതില്ല. അത് എഴുതിയവരോട് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വാചകം തയ്യാറാക്കി അതിൽ ചേർത്തത്, അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞ് കൊടുത്തതെന്ന് അവരോട് ചോദിച്ചാലേ അറിയും. അവരെ കണ്ടെത്തണം. ഈ LDF അവരെ കണ്ടെത്തുന്ന മാറ്റിയ കാര്യത്തിൽ എന്നോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ല, പാർട്ടി എന്നെ കേട്ടില്ല എന്നൊരു പരാമർശം കൂടി ആ പുസ്തകത്തിലുണ്ട്. ശരിക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അഭിപ്രായം, അങ്ങനെയുള്ള പരാമർശം ഉണ്ടെങ്കിൽ ഞാൻ പറയും. അല്ല, അങ്ങേക്ക് അങ്ങനെ ഒരു ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. അതൊക്കെ പാർട്ടിയുടെ തീരുമാനം. അങ്ങനെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. പാർട്ടി പല നടപടികളും സ്വീകരിക്കും. ചുമതല ഏൽപ്പിക്കും, ചുമതല മാറ്റും, പുതിയ ചുമതലകൾ കൊടുക്കും. അതൊക്കെ ഒരു പാർട്ടി പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതിലൊരു വിഷമവും ഇല്ല. എന്ത് കാര്യത്തിന്? ഒരു ചുമതലയിൽ നിന്ന് ഒഴിയാൻ വേറെ വലിയ ചുമതല തരും. അവിടെ ചുമതലയിൽ നിന്നൊന്നും ആരും മാറിപ്പോകുന്നില്ല. അല്ല, പക്ഷെ നമ്മളിപ്പോൾ വ്യക്തിപരമായി നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ എന്നൊക്കെയുള്ളത് അങ്ങേക്ക് ധാരാളം കിട്ടി. ഇപ്പോൾ DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്നൊക്കെയുള്ള പ്രൊഫൈലിൽ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ പാർട്ടിയിൽ കുറച്ചുകൂടി ജൂനിയർ ആയിട്ടുള്ള ആളുകൾക്ക് കുറേ കൂടി വലിയ സ്ഥാനങ്ങൾ കിട്ടി. എനിക്ക് ആദ്യം കിട്ടേണ്ടിയിരുന്ന പല കാര്യങ്ങളും കിട്ടിയില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല. അത് ഞങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ആ ചോദ്യം. പക്ഷെ പോളിറ്റ് ബ്യൂറോ അംഗത്വത്തിന് ശ്രീ EP ജയരാജൻ അർഹതയില്ലേ? സ്വാഭാവികമായി എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഈ പാർട്ടിയിലെ എല്ലാവർക്കും പോളിറ്റ് ബ്യൂറോ മെമ്പറാകാൻ പറ്റുമോ? അല്ല, അതില്ല. കേന്ദ്ര കമ്മിറ്റി മെമ്പറാകാൻ പറ്റുമോ? സീനിയോറിറ്റിയും പ്രവർത്തന പരിചയവും പാരമ്പര്യവും വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ആവാൻ സാധിക്കില്ല. അത് പരിശോധിച്ച് അതാത് കാലഘട്ടത്തിലെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും സാധ്യതകളും എല്ലാം വിലയിരുത്തിക്കൊണ്ടൊരു നിശ്ചിത നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ പ്രവർത്തകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാരണ ജനത്തെ സംബന്ധിച്ച് EP ജയരാജൻ അവർ എത്രയോ പതിറ്റാണ്ടുകളായി കാണുന്നു. അപ്പോൾ അവർക്ക് EP ജയരാജൻ പോളിറ്റ് ബ്യൂറോയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം, സംസ്ഥാന സെക്രട്ടറി ആവുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ ആളുകൾക്ക് സ്വാഭാവികമായും തോന്നലുകൾ ഉണ്ടാകാമല്ലോ. പക്ഷെ പാർട്ടി അതിനനുഗുണമായി ചിലപ്പോൾ തീരുമാനമെടുത്തില്ല എന്ന് വരാം. അത് വ്യക്തിപരമായി വേദനിപ്പിക്കാറുണ്ടോ? ഞാനൊക്കെ പറയും, വ്യക്തിപരമായിട്ട് വേദനിക്കുന്ന പ്രശ്നമൊന്നുമില്ല. എന്നെ വ്യക്തിഹത്യ നടത്താൻ പാർട്ടി ശത്രുക്കൾ, പാർട്ടിയെ തകർക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുള്ള ശക്തികൾ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം പ്രഖ്യാപിച്ചതും ഈ ആത്മകഥാ പുസ്തകത്തിൻ്റെതെന്ന് പറഞ്ഞ് വാർത്തകൾ ചാനലിന് കൊടുത്തതും ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചതുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അത് കണ്ടെത്തി അത്തരത്തിൽ തെറ്റായുള്ള നിലപാട് സ്വീകരിച്ചവരെ ബഹുജന സമക്ഷം കൊണ്ടുവരലാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും വ്യക്തിപരമായി അവമതിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ദേശാഭിമാനി ബോണ്ട് വിവാദം, സാന്റിയാഗോ മാർട്ടിൻ്റെ പണം, ഇതൊക്കെ പാർട്ടി എന്നുള്ള നിലയിൽ അതാത് കാലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കുമല്ലോ. അതിന് EP ജയരാജൻ പേഴ്സണലി ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്? ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരിക്കലും തോന്നേണ്ട കാര്യമില്ല. അത് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്ത് ഓരോ നിലപാട് സ്വീകരിക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കും. പിന്നെ മാറി വരുമ്പോൾ വേറെ കാര്യങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് അറിയാത്തവർ ഉണ്ടാക്കുന്ന അവർക്കുള്ള നിഗമനമാണ്.
ആ നിഗമനമൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിരീക്ഷണമല്ല. അപ്പോൾ ഇന്നലെ ഈ വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് പാർട്ടിയിൽ നിന്ന് പാർട്ടിയോട് കലഹിച്ച് പുറത്തുപോയ PV അൻവർ അടക്കം പറഞ്ഞു EP ജയരാജൻ ഒരു ശുദ്ധ ഹൃദയനായ നല്ല ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഒരിക്കലും എന്നെക്കുറിച്ച് ഇങ്ങനെ പറയില്ല എന്ന്. അപ്പോൾ അൻവർ പാർട്ടിയായിട്ട് അടഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ പുറത്തുപോയ ഒരാൾ പോലും അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? പുറത്ത് പോയ ആൾ മാത്രമല്ല, എന്നെ എതിർക്കുന്നതിൻ്റെ ശത്രുക്കളും ചിലപ്പോഴത് പറയും. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകതകളാണ്. അത് എന്നെക്കുറിച്ച് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരെക്കുറിച്ച് നേതാക്കന്മാരെക്കുറിച്ചെല്ലാം പലരും ഈ തരത്തിലുള്ള അഭിപ്രായം. ഇതേ അൻവർ തൊട്ടടുത്ത വാചകമായിട്ട് പിണറായി വിജയനെ, P ശശിയെ, മുഹമ്മദ് റിയാസിനെയൊക്കെ മോശം പറയുകയും ചെയ്യുന്നുണ്ട്. EP മാത്രം നല്ല ആള്, ഇവരൊക്കെ കുഴപ്പക്കാരാണെന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. ഇത് ഒരാൾ മാത്രമല്ല, അങ്ങനെ ഒട്ടനവധി പേര് അത്തരം അഭിപ്രായങ്ങളുള്ളവരുണ്ട്. അത് എന്നെക്കുറിച്ച് മാത്രമല്ല, പാർട്ടി നേതാക്കന്മാരെ കുറിച്ചെല്ലാം ഉണ്ട്. അത്തരത്തിലുള്ള അഭിപ്രായം അവരും എന്നെക്കുറിച്ച് അൻവർ പറയുന്ന ഈ സ്നേഹം, ഇപ്പോഴായിട്ട് ഞാൻ ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ അൻവർ പറയുന്നു, അത് ശരിക്കുള്ളതാണോ? അതെങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുക. അല്ല, അപ്പൊ അങ്ങേക്ക് തിരിച്ചങ്ങോട്ടൊരു സ്നേഹം ഉണ്ടാവും. അദ്ദേഹത്തോട് ചോദിക്കുക. അൻവറിനെ രൂക്ഷമായ ഭാഷയിലൊന്നും വിമർശിച്ച് കണ്ടില്ല. ഒരാളുടെ ഇങ്ങനെ പറയുന്നതിനനുസരിച്ചാണോ എൻ്റെ നിലപാട്? എൻ്റെ നിലപാട് വസ്തുനിഷ്ഠമായിരിക്കും, എപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ടുള്ളതായിരിക്കും. നാളെ ഇപ്പോൾ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റുള്ള ദിവസമാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? അതോ ഇതൊക്കെ ആ ഒരു ലെവലിലൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല? ചിന്തിക്കേണ്ട വിഷയമൊന്നും ഞങ്ങളെ മുമ്പിലില്ല. ഞങ്ങളെല്ലാവർക്കും കൂട്ടായി അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് കൂട്ടായി ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇവിടെ പറയുന്നു, പ്രസ് മീറ്റിൽ പറയുന്നു, അത് ഞങ്ങൾ പബ്ലിക് ക്യാമ്പയിനിൽ പറയുന്നു, അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെല്ലാവരും മനസ്സിലാക്കും. അതിനനുസരിച്ച് ഞങ്ങൾ ചിന്തിക്കും, പ്രവർത്തിക്കും. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി സംസ്ഥാന തലത്തിൽ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ കേന്ദ്രീകരിച്ച് അങ്ങനെ പ്രവർത്തിക്കാനാണോ ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ അങ്ങനെയാണോ ഇനിയിപ്പോൾ പ്രവർത്തിക്കുക? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഇന്നലെ കാസർഗോഡാണല്ലോ വരുന്നത്, ഇത് പാലക്കാടാണല്ലോ. അതിന് മുമ്പത്തെ ഒരു ദിവസം ഞാൻ വയനാട്ടിലാണല്ലോ. അപ്പോൾ ആ ധാരണ തെറ്റാണ് നിങ്ങളുടേത്. ആ ചോദ്യം തെറ്റായിട്ടുള്ളതാണ്. അപ്പം പാലക്കാട് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടി, കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്, നേതാക്കൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം. അപ്പോൾ സരിനെ കുറിച്ചുള്ള ഒരു പരാമർശം താങ്കളുടേതെന്ന പേരിൽ പ്രചരിപ്പിച്ചതൊക്കെ തിരഞ്ഞെടുപ്പിൽ നെഗറ്റീവ് ഉണ്ടാക്കാനായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുമ്പോൾ അതിനുകൂടി മറുപടി പറയും? തീർച്ചയായും പറയും. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ചില ആളുകൾ പോയി, ഇപ്പോൾ അൻവറിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. അപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ വരിക, അവരെ സ്വീകരിക്കുക, അവർക്കൊരു കമ്മ്യൂണിസ്റ്റ് ശുദ്ധി ഉണ്ടാവുമോ? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നവർ മുഴുവൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം ധരിച്ചത്. അങ്ങനെയല്ല, എന്നാലും കൂടുതൽ ആളുകൾ ആ കലഹത്തിലാണല്ലോ, പ്രത്യയശാസ്ത്രപരമായ കലഹങ്ങളിലല്ലോ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഡോക്ടർ സരിന് CPM-ലേക്ക് വരേണ്ട കാര്യമുണ്ടോ? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ വലിയ ശമ്പളം കിട്ടുന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു, ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ആ ശമ്പളം ത്യജിച്ച് സാമൂഹ്യ സേവനത്തിനിറങ്ങിയ ഒരു മനോചിന്തയുടെ ഭാഗമാണ് സരിൻ എന്നുള്ളത് മാറ്റിവെച്ചാൽ പലരും വരാമല്ലോ. അപ്പോൾ ആ സരിൻ ഒരു ഉത്തമനായിട്ടുള്ള പൊതുപ്രവർത്തകരാണ്. അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നതും അതാണ്. അങ്ങനെ വരുന്ന അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിരീക്ഷണം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ജനറലായിട്ട് ഇപ്പോൾ CPM ഒരു ഭരണ പാർട്ടിയാണ്, കഴിഞ്ഞ 2 തവണയായി കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയിലേക്ക് അതിൻ്റെ അധികാര സ്ഥാനം കണ്ട് മോഹിച്ചു വരുന്ന ആളുകളുണ്ടാവും. അവർക്ക് പലപ്പോഴും അധികാരത്തിൻ്റെ ആനുകൂല്യങ്ങളായിരിക്കും പ്രധാനം. അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രപരമായ ശരിയുടെ പേരിലായിരിക്കുമോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന് ചേരുക? ഓരോരുത്തരുടെ മനോഭാവവും ചിന്തയുമാണ്. ആ ചിന്തക്കനുസരിച്ച് അവർ നിലപാട് സ്വീകരിക്കും. അങ്ങനെയുള്ള ചിന്തയുടെ ഭാഗമായിട്ട് കുറേ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നു, പാർട്ടിയിൽ സജീവമായി വരുന്നു, നേതൃരംഗത്ത് വരുന്നു, ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. ഇവിടെ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും കോൺഗ്രസിൻ്റെ DCCയും KPCC ആയ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെയാണ് പാർട്ടിയിലേക്ക് ആളുകൾ അവരുടെ ചിന്ത. ഇതിപ്പോൾ എൻ്റെ ചിന്തക്കനുസരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്ന CPM-ആണ്. CPM-ആയിട്ട് സഹകരിക്കുന്നു. അത് അതിൻ്റെ രാഷ്ട്രീയമായ കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ പരുവപ്പെടും. തീർച്ചയായും. ഇനി പാലക്കാടേക്കുണ്ടോ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി? നോക്കാം, നമുക്ക് ഇനി ദിവസങ്ങളുണ്ടല്ലോ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.